ഒരു പ്രസ്ഥാനം ഓർമ്മിക്കപ്പെടുന്നത് അത് ഉപേക്ഷിച്ച മനുഷ്യരാലല്ല, മറിച്ച് രക്തസാക്ഷികളാലും എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും പോരാട്ടം തുടരുന്ന പ്രവർത്തകരാലുമാണ്. വിനയപൂർവ്വം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ പ്രസ്ഥാനത്തിൽ നിന്നും അകന്നു പോയവരെക്കാൾ 20 മടങ്ങ് കൂടുതലാണ് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നവർ. JNU സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റ് ധനഞ്ജയ് സംഗ്വാരി പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ധനഞ്ജയ് സംഗ്വാരി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി സംഘടനയായ ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് JNU ക്യാമ്പസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തിയ ആദ്യ ദളിത് വിദ്യാർത്ഥിയാണ് ധനഞ്ജയ് സംഗ്വാരി. 4 വർഷങ്ങൾക്ക് ശേഷമാണ് JNU ക്യാമ്പസിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. JNU സ്റ്റുഡൻസ് യൂണിയൻ സെൻട്രൽ പാനലിലുള്ള 4 സീറ്റുകളിലും ABVPയെ ക്ലീൻ ബൗൾഡാക്കിയാണ് ധനഞ്ജയ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ഭരണം നേടിയത്. ഇതോടെയാണ് 27 വർഷങ്ങൾക്ക് ശേഷം ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായി ഒരു ദളിത് വിദ്യാർത്ഥി ഉയർന്നു വരുന്നത്. 1996-98 കാലഘട്ടത്തിലാണ് ആദ്യമായി JNU ക്യാമ്പസിൽ ഒരു ദളിത് വിദ്യാർത്ഥി പ്രസിഡന്റ് ഉണ്ടാകുന്നത്. ലാൽ ബൈർവ. പിന്നീട് 27 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഐസയെ പ്രതിനിധീകരിച്ച് മറ്റൊരു ദളിത് വിദ്യാർത്ഥി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇദ്ദേഹമാണ് ബീഹാർ സ്വദേശിയായ ധനഞ്ജയ് സംഗ്വാരി. 4 വർഷത്തിന് ശേഷമായിരുന്നു JNUവിൽ ഒരു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തുടർച്ചയായ ഇടപെടലുകൾ നടത്തുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സർവകലാശാല എന്ന നിലയിൽ JNUവിലെ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യാന്തര തലങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് മാർച്ച് 22-ന് ക്യാമ്പസിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ചെയ്തു. പ്രസിഡന്റ് യൂണിയന്റെ സെൻട്രൽ പാനലിൽ പ്രധാനമായും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സീറ്റുകളാണുള്ളത്. ABVP പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉമേഷ് ചന്ദ്രയെ 982 വോട്ടുകൾക്കാണ് ധനഞ്ജയ് തോൽപ്പിച്ചത്. ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് അസോസിയേഷൻ, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നീ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടുന്ന ഐക്യ സഖ്യമാണ് ABVPക്കെതിരെ ഒറ്റക്കെട്ടായി മത്സരിച്ചത്. 4 വർഷങ്ങൾക്ക് ശേഷം JNUവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്റ്റുഡൻസ് യൂണിയന്റെ സെൻട്രൽ പാനലിലെ മുഴുവൻ സീറ്റുകളും നേടിയത് ഇടതു സഖ്യമാണ്. JNUവിനെതിരെ ഉൾപ്പെടെ രാജ്യത്താകെ നിലനിൽക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്ക് നടുവിലുള്ള ഈ വിജയത്തെക്കുറിച്ച് ധനഞ്ജയ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണ നയങ്ങൾ, പുത്തൻ വിദ്യാഭ്യാസ നയം, ക്യാമ്പസുകൾക്കകത്ത് ABVP നടത്തിവരുന്ന വിദ്വേഷ പ്രചാരണം എന്നിവയ്ക്കെതിരെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ ഒന്നായ JNUവിലെ വിദ്യാർത്ഥി സമൂഹം നൽകുന്ന മറുപടിയായി വേണം ഈ വിജയത്തെ കാണാൻ എന്നാണ് ഞാൻ കരുതുന്നത്. ജനവികാരം തിരുത്താൻ പണവും പേശീബലവും ഇടപെടാതിരിക്കുന്ന പക്ഷം ഒരവസരം ലഭിച്ചാൽ ജനം തീർച്ചയായും ABVP അഥവാ BJP വിരുദ്ധ ശക്തികളെ തെരഞ്ഞെടുക്കുമെന്നാണ് ഈ ഫലം തെളിയിച്ചത്. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തെരഞ്ഞെടുപ്പിന് അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും അദ്ദേഹം സംസാരിച്ചു. JNU സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് മാർച്ച് 22-ന് രാവിലെ 9-ന് ആരംഭിക്കേണ്ടതായിരുന്നു. അന്നേ ദിവസം പുലർച്ചെ 2-ഓടെ ലിങ്ദോ കമ്മിറ്റിയുടേതിന് സമാന സ്വഭാവം പുലർത്തുന്ന പരാതി പരിഹാര സെൽ ദുർബലമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സ്വാതിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥികൾ പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇത് സംഭവിച്ചത്. ഇലക്ഷൻ കമ്മീഷനും GRCയും 10 ദിവസമെടുത്ത് അവരുടെ കേസ് പഠിച്ചിട്ട് അവസാന നിമിഷമാണ് നടപടി കൈക്കൊള്ളുന്നത്. അപ്പോൾ മാത്രമാണ് എന്തു വില കൊടുത്തും ABVPയുടെ പിൻവാതിൽ പ്രവേശനം തടഞ്ഞേ മതിയാവൂ എന്ന തീരുമാനത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാപ്സ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുക്കുന്നത്. JNUവിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ധനഞ്ജയ് സംഗ്വാരി പറയുന്നു. ഒപ്പം ഏതു തരത്തിലും ഉടലെടുക്കുന്ന അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിന്റെ പ്രതീകമാണ് ചെങ്കൊടികളെന്നും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ന്യൂനപക്ഷമാണെന്നും ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ധർമ്മമെന്നും JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് പറയുന്നു. കൂടാതെ വരുന്ന തെരഞ്ഞെടുപ്പിനെ JNUവിലെ വിജയവും ശക്തമായി സ്വാധീനിക്കുമെന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്നും ധനഞ്ജയ് കൂട്ടിച്ചേർത്തു പറഞ്ഞു. നിലവിലെ രാജ്യത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് JNU ക്യാമ്പസിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നേടിയ ഈ വിജയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.